ഹമാസിന് കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സമാധാനത്തിന്റെ രീതി വെടിയുമെന്നും ട്രംപ് അന്ത്യശാസനം നൽകി. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റം 3 ദിവസത്തിനകം നടപ്പാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 4 മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറി. We have told them we want to disarm, and they will disarm. And if they don't disarm, we will disarm them. And it'll happen quickly and perhaps violently. But they will disarm. Do you understand me? Yes. Because everyone says, oh, well, they won't disarm. They will disarm. And I spoke to Hamas, and I said, you're going to disarm, right? Yes, sir, we're going to disarm. That's what they told me. They will disarm or we will disarm them. Got it? ഐസൻ ജോസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ചില റിപ്പോർട്ടുകൾ വരികയാണ് ഹമാസിന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് എന്താണ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഹമാസിനെ നിരോധീകരിക്കണമെന്ന് തന്നെയാണ്. നേരത്തെ തന്നെ സമാധാന ചർച്ചകളുടെ വേളയിലും ട്രംപ് അധികാരമേറ്റ വേളയിൽ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വയം നിരായുധീകരിക്കുന്നതിനുള്ള ഒരു അന്ത്യശാസനം കൃത്യമായി ഹമാസിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്, ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടി അക്രമത്തിന്റെ പാതയിൽ തന്നെ ആ വഴിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നിരായുധീകരിക്കുന്നതിന് എന്ത് നടപടിയാണ് പ്രായോഗികമായി നടക്കുക, ആ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായൊരു മറുപടി മാധ്യമപ്രവർത്തകരോട് ഉണ്ടാവുകയും ചെയ്തത്. അത് തീർച്ചയായും ഒരു സൂചന തന്നെയാണ്. ഹമാസിനെ നിരായുധീകരിക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിൽ നിന്നും ഒട്ടും പുറകോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അധികാരമേറ്റ വേളയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഗാസയെ ഒരു സമാധാനത്തിന്റെ തുരുത്താക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു കടലോര വിശ്രമ കേന്ദ്രമാക്കി മാറ്റുമെന്ന കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ഗാസ നിവാസികൾക്ക് ആവശ്യമെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള അവസരം ഒരുക്കുകയും ഒക്കെ ചെയ്യുമെന്ന കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈജിപ്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രംപ് പോലും ഇന്നലെ ഈജിപ്തിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെ ഇത്തരത്തിലൊരു കൃത്യമായ നിലപാട് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് കൃത്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ട് ഹമാസ് സ്വയം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന ഘടകം ബന്ദികളുടെ മൃതദേഹങ്ങൾ. അതായത് നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു 48 ബന്ദികളായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. 20 പേർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, 28 പേർ മരിച്ച അവരുടെ മൃതദേഹങ്ങളുണ്ടായിരുന്നു. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള സഹായങ്ങൾ നൽകുന്നതിന് ഒരു പ്രത്യേക സംവിധാനത്തെ തന്നെ അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ആ സംവിധാനത്തിന്റെയൊക്കെ സഹായത്തോടെ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തി തിരിച്ചു നൽകണമെന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സംഭവം നടന്നതിന് പിന്നാലെ 4 മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട് ഹമാസ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ മുഴുവനും അവരുടെ വിശുദ്ധ നഗരത്തിൽ, അതായത് എവിടെ നിന്നാണോ അവർ തട്ടിക്കൊണ്ടു പോകപ്പെട്ടത് അവരുടെ വിശുദ്ധ നഗരത്തിൽ അന്ത്യവിശ്രമം ഒരുക്കുന്നതിനുള്ള വാഗ്ദാനം നൽകിയിരുന്നു ട്രംപ്. അതും പാലിക്കുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. തീർച്ചയായും ഹമാസിന്റെ ഈ പോരാളികളുടെ സ്വഭാവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമ തീവ്രവാദ സ്വഭാവം എല്ലാം തന്നെ ഇല്ലാതാക്കി പ്രദേശത്ത് ശാശ്വത സമാധാനം കൊണ്ടുവരിക എന്ന കൃത്യമായ നീക്കം തന്നെയാണ്. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. ഹമാസ് അക്കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം അറിയിക്കുന്നത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, പല ഗോത്ര വിഭാഗങ്ങൾ, ഹമാസിനെ എതിർക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഗാസയിൽ തന്നെയുണ്ട്. അവരുടെ വീടുകളും അവരുടെ ചില കുടുംബങ്ങളെല്ലാം തന്നെ ഹമാസുമായി ആക്രമണത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ആക്രമി സംഘങ്ങളെ പൂർണ്ണമായും അമർച്ച ചെയ്യാനുള്ളൊരു അനുമതി, അല്ലെങ്കിൽ ഒരു മൗനാനുവാദം എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നിലപാട് ഹമാസിനോട് ട്രംപ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വൈകാതെ തന്നെ ഗാസയെ പൂർണ്ണമായും ഒരു ശാശ്വത സമാധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിന് തടസ്സമായി വരുന്ന ഹമാസിനെ നിരായുധീകരിക്കുന്നതിനെ ഏതു വഴിയും സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്ന ഒരു അടിസ്ഥാന സന്ദേശവും. ദേവിക.